നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രക്ഷോഭം ആളിക്കത്തവേ നിർണായക പ്രതിരോധ നീക്കവുമായി കേന്ദ്ര സർക്കാർ. സമരം നടക്കുന്ന ജന്തർ മന്ദറിലെയും പരിസര പ്രദേശങ്ങളിലെയും ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായി വിച്ഛേദിച്ചു. വിവരങ്ങൾ പുറത്തുപോകാതിരിക്കാനും കൂടുതൽ വിദ്യാർത്ഥികൾ സംഘടിക്കാതെ ഇരിക്കാനും ആണ് കേന്ദ്ര നീക്കം. ജന്തർ മന്ദറിൽ CRPF സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത് ലാൽ, സമരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ശക്തമാകുന്നു. എന്നാൽ അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, അടിച്ചമർത്താം എന്നുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇന്റർനെറ്റ് എപ്പോഴാണ് വിച്ഛേദിച്ചത്? എന്താണ് അതിന് കാരണമായി അവർ പറയുന്നത്? ഇന്ന് 8:30 മണിയോട് കൂടിയാണ് ഇന്റർനെറ്റ് സേവനം ജന്തർ മന്ദറും പരിസരത്തുമുള്ള ഏരിയകളിലൊക്കെ തന്നെ വിച്ഛേദിക്കപ്പെട്ടത്. ഈ വിച്ഛേദിക്കപ്പെട്ടതിരെ KC വേണുഗോപാൽ MP തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത്തരം നടപടിയെടുക്കുന്നത് വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കാനാണ് എന്നാണ് KC തൻ്റെ X അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാണിച്ചാൽ ബംഗാളിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത 20 കമ്പനി CRPF പ്രത്യേക സംഘത്തെ ഇപ്പോൾ ജന്തർ മന്ദറിലും പരിസരത്തും വിന്യസിച്ചിട്ടുണ്ട്. കാരണം മുർഷിദാബാദ് അടക്കമുള്ള ബംഗാളിലെ കലാപ പ്രദേശത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സംഘമാണ് ഇപ്പോൾ CRP ഇവിടെ ജന്തർ മന്ദറിലുള്ള ഡൽഹി പോലീസിനെയും അതേപോലെ തന്നെ CSFനെയും ഒക്കെ തന്നെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പൂർണ്ണ രൂപത്തിൽ ഈ 30 കമ്പനി പോലീസിനെ നിയോഗിച്ചിരിക്കുന്നത്. ഇവർ പൂർണ്ണ രൂപത്തിൽ തന്നെ ഈ ജന്തർ മന്ദർ റോഡിൻ്റെ പൂർണ്ണ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജന്തർ മന്ദറിൽ എത്തുന്നത് പൂർണ്ണമായി തടഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് കാണാൻ പറ്റാം, ഈ ജന്തർ മന്ദറിലേക്ക് റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തികച്ചും ശൂന്യമായ റോഡുകളാണ് ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക്, അതായത് സമരപ്രദേശത്തിലേക്ക് പോകുമ്പോൾ സമരപന്തലിൽ ഇന്നലെ വൈകുന്നേരം വരെ ഇതിലേക്ക് ആയിരങ്ങൾ ഒഴുകിയിരുന്ന ഒരു പാതയാണിത്. ജന്തർ മന്ദറിൽ നിന്ന് സമരപാതയിലേക്ക് ഇവിടെ ഇപ്പോൾ തീർത്തും വിജനമാക്കിയിരിക്കുന്നു. കാരണം മെട്രോ ഇല്ല. അതേപോലെ തന്നെ DTC ബസ്സുകൾ കൊനോട്ട് പ്ലേസ്, അതേപോലെ തന്നെ ന്യൂഡൽഹി ഏരിയ, ജന്തർ മന്ദർ, അശോക് റോഡിലൂടെയുള്ള ജനപഥത്തിലുള്ള DTC ബസ്സുകളുടെ റൂട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഇവിടത്തേക്ക് നടന്ന് മാത്രമേ പ്രവർത്തകർക്ക് എത്താൻ കഴിയൂ, അല്ലെങ്കിൽ CHP പ്രവർത്തകർ എത്താൻ കഴിയൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വളരെ ശക്തമായ പോലീസ് സന്നാഹം പല സ്ഥലങ്ങളിലും ഉണ്ട് താനും. ഏതായാലും ജന്തർ മന്ദറിലേക്ക് കൂടുതൽ യുവാക്കൾ എത്തുന്നതിനെ പൂർണ്ണ രീതിയിൽ തന്നെ ശരി ശരത് ലാൽ, എന്തായാലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ അടിച്ചമർത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മെട്രോ സർവീസുകൾ നിർത്തിവെക്കുന്നു, അവിടെ പാർക്ക് ചെയ്ത ബൈക്കുകളൊക്കെ എടുത്തു മാറ്റുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയാണ്. ആ രീതിയിലുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു.